അമാലി മീൻസ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എത്തിച്ച് കൊടുക്കുന്നവരാണ് അമാലി എന്ന് പറയൽ. ഇവർക്ക് പിന്നെ ഒരു സാധനം ചില ആൾ 10 രൂപ കൊടുക്കും, ചില നല്ല മനസ്സിൻ്റെ ആൾക്കാർ ചിലപ്പോൾ 100 രൂപ കൊടുക്കും, 10 रुपये കൊടുക്കും. सही है ना भाई? एक एक आदमी 10 देगा, एक एक आदमी 100 देगा, उसको मर्जी है. पैसे पैसे का बात है. अच्छा नसीब का. അപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ താങ്ക് യു ബൈ. പോയി ഡീറ്റെയിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ദേര മാർക്കറ്റാണ്. ദേര മാർക്കറ്റ് അല്ലെങ്കിൽ ദുബൈയിലത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ദേര മാർക്കറ്റ്. ഇത് ഓരോ പിന്നെ ഏരിയ ആയിട്ടുള്ളതാണ്. എല്ലാം പിന്നെ ഒരു ഏരിയ പെർഫ്യൂമിൻ്റെ ഉണ്ടാവും, അതുപോലെ തന്നെ പിന്നെ എല്ലാ ഡ്രസ്സിൻ്റെ, ബാഗിൻ്റെ എല്ലാ ഹോൾസെയിൽ ഐറ്റംസും ഇവിടുന്നാണ് വരുന്നുള്ളത്. എല്ലാ ഐറ്റംസും വാച്ചായാലും ഭയങ്കര തിരക്കും കാര്യവും അതിലായിട്ടുള്ള നല്ലൊരു മാർക്കറ്റാണ് ദേര മാർക്കറ്റ് വരുന്നത്. ഇത് മുർഷിദ് ബസാറിലാണ് ഷോപ്പ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ വന്നാൽ മതി, ദേരയിൽ വന്നാൽ മതി. മുർഷിദ് ബസാറിൽ വരാം. എല്ലാ ഐറ്റംസും ഉണ്ട്. പെർഫ്യൂമിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഉണ്ട്. എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഫുള്ള് നല്ല തിരക്കുള്ളതാണ്. എത്രയോ ദിവസവും എത്രയോ മില്യൻ്റെ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ ആണ് ദേര മാർക്കറ്റായിരുന്നു. ബിഗ് മാർക്കറ്റാണ് ഇത്. ഫുള്ള് ആളും പാളും നല്ലൊരു അടിപൊളി മാർക്കറ്റാണ് ദേര മാർക്കറ്റ് വരുന്നത്. മെയിനായിട്ട് ഇവിടെ ഹോൾസെയിൽ തന്നെ, റീറ്റെയിലായിട്ട് അങ്ങനെ കൊടുക്കാറില്ല. ഇതാണ് ദേര മാർക്കറ്റ്. അമാലികളും ഇതെല്ലാം, അമാലി മീൻസ് സാധനമെല്ലാം വാങ്ങിക്കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് കൊണ്ടു തരുന്ന ആൾക്കാരാണ്. അവർക്ക് 10 ദിർഹംസ് അങ്ങനെ കൊടുക്കേണ്ടി വരും. ഇതെല്ലാം പെർഫ്യൂമിൻ്റെ ഷോപ്പാണ് ഇവിടെ കാണുന്നത്, ഈ സൈഡ് കാണുന്നത്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട്, ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഗോൾഡ് പിന്നെ സൂക്കുണ്ട്. ഗോൾഡ് സൂക്ക് എന്ന് പറയും. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ബഹൂർ, അതുപോലെ തന്നെ എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഇല്ല, എല്ലാ ഐറ്റംസും കിട്ടും ദുബായ് എന്ന് പറയുന്നത്. മെയിൻ ഈ ഭാഗത്തുള്ളത് ഇപ്പോൾ പിന്നെ ഈ സ്പ്രേൻ്റെ ആണ്. അതുപോലെ തൊട്ടപ്പുറം വാച്ചിൻ്റെ ഉണ്ട്. വലിയ മാർക്കറ്റാണ്. ഇത് അമാലി എന്ന് പറയുന്നത് ആണ് കൊണ്ടുവന്ന ആൾക്കാർ. നമുക്ക് ഇതിൽ പോകുന്നതന്നെ അറിയില്ല, എന്ത് സാധനം ഉണ്ടെന്ന് അറിയില്ല. ഇതെല്ലാം ഇത് അറബിക് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം അല്ലേ. ഇതാണ് മാർക്കറ്റ്. हाँ कैसे है भाई? अच्छा कितना साल हो गया भाई इधर? ठीक है ये अभी बेहतरीन, ये बेहतरीन। ये अभी आपको कैसे इसका अभी एक सामान उठाएगा तो कैसे प्राइस कैसा मिलेगा? सामान उठा के ज़्यादा कोई 10 दे देता है, कोई 20 दे देता है. अच्छा कितना देगा? 10 दरम दे देता है, 20 दरम दे देता है. अच्छा ये इतना नहीं है, 10 रुपये. एक आदमी 100 दिरहम देगा, 10 रुपये देगा. कभी 100 भी मिल जाता है. अच्छा. कभी 10 भी मिल जाता है. झाड़ी में 10, 20, 40 कभी 100 बन जाता है. ऐसा भी मिलेगा ना. अभी कितना साल हो गया ये काम करता है? ये हाँ 2 साल हो गया. 2 साल अभी नया आया है ना. अच्छा पहले किधर काम? पहले पाकिस्तान में. പാകിസ്ഥാൻ था ये शुरू यही है. अच्छा അപ്പോൾ ഇത് അമാലിയാണ്. അമാലി മീൻസ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എത്തിച്ച് കൊടുക്കുന്നവരാണ് അമാലി എന്ന് പറയൽ. ഇവർക്ക് പിന്നെ ഒരു സാധനം ചില ആൾ 10 രൂപ കൊടുക്കും, ചില നല്ല മനസ്സിൻ്റെ ആൾക്കാർ ചിലപ്പോൾ 100 രൂപ കൊടുക്കും, 10 रुपये കൊടുക്കും. सही है ना भाई? एक एक आदमी 10 देगा, एक एक आदमी 100 देगा, उसको मर्जी है. पैसे पैसे का बात है. अच्छा नसीब का. അപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ താങ്ക് യു ബൈ. कोई डिटेल दिया, थैंक यू. नसीब का बात है ना. ഇത് ये ഓണർ है, ये दुकान का ഓണർ है. ये ഇത് ഇവരുടെ ഷോപ്പാണ്. ഇതാ ഇത് ഇവർ നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നത് അവരുടെ ഷോപ്പ് കാണിക്കാൻ വേണ്ടി. इधर क्या क्या है भाई? इधर कॉटन है, सिल्क है. अच्छा ऑफ सिल्क, ऑफ कॉटन. अच्छा അപ്പോൾ ഇതൊരു പിന്നെ ഡ്രസ്സിൻ്റെ കടയാണ്. ഓക്കെ ബൈ. അപ്പോൾ ഡീറ്റെയിൽ താങ്ക് യു. നീ ചാനൽ പേക ബൈ. താങ്ക് യു. അപ്പോൾ ഇവർ അമാലി, അത് ഷോപ്പിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. അമാലികൾ ഇപ്പോൾ നമ്മളോട് പറയുന്ന പോലെ സാധനം എത്തിച്ച് കൊടുത്തെങ്കിൽ അവർക്ക് ചില കസ്റ്റമർ 10 രൂപ കൊടുക്കും, ചില കസ്റ്റമർ 20, പിന്നെ വലിയ വലിയ കസ്റ്റമർ ഇതെല്ലാം 50 അങ്ങനെയുള്ള കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഫുള്ള് മാർക്കറ്റാണ് ഇത്.
ജീവിക്കാനുള്ളൊരു പ്രയത്നത്തിലാണ് എല്ലാവരും. അതിൻ്റേതായത് അവിടെ പള്ളി, ഇത് പള്ളി നമസ്കരിക്കാൻ പറ്റിയ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. ഇത് ഓരോരോ ഏരിയയിലുള്ളതാണ്. ഇത് ഈ ഏരിയ ഫുള്ള് മൊത്തം ഡ്രസ്സാണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ അപ്പുറമുള്ളത് വാച്ച്, അതുപോലെ തന്നെ ബാഗ്, പിന്നെ എന്താ പറയുക എല്ലാ അതല്ല, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഇതാണൊരു മാർക്കറ്റ്. അതായത് ഇത് വലിയൊരു വണ്ടിയാണ്, രാമാലിൻ്റെ തന്നെ വലിയ വണ്ടി. അപ്പം ഇത് പള്ളിയാണ്. പള്ളിയുടെ കുറേ ഉണ്ട്, അടുത്തടുത്തായിട്ട് പള്ളി കുറേ ഉണ്ട്. അതിലപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലെത്തും. അതുപോലെ തന്നെ ഇത് തന്തൂറിൻ്റെ ഷോപ്പാണ്. ഇത് ഇവിടെ അറബികളെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഡ്രസ്സും ഇവിടെ കിട്ടും. അല്ല हाँ भाई कैसे है भाई? ऐसा है आपका? अच्छा हाँ अलहमदिल्ला भाई. ठीक है. हाँ ये इधर का ट्रेडिशनल ड्रेस है ना. ഇത് ഇവിടുത്തെ അറബികളെല്ലാം യൂസ് ചെയ്യുന്ന തന്തൂർ, അതുപോലെ തന്നെ ഡ്രസ്സ്. മാർക്കറ്റിൽ വീഡിയോ എടുത്തെങ്കിൽ ഇന്നൊന്നും തീരില്ല. ഒരു 10-15 ദിവസം, ഒരു മാസം എടുത്താലും ഇവിടെ വീഡിയോ തീരില്ല, അത്രയും ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചെറിയൊരു പകുതി മാത്രമേ ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇനിയും ഞാൻ വർക്ക് ചെയ്യുന്ന അബുദാബിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ ഹോൾസെയിൽ സാധനം എടുക്കാൻ വന്നതാണ്. ഓക്കെ, ഈ വീഡിയോ എടുത്തെങ്കിൽ ഇന്നൊന്നും തീരില്ല. അപ്പോൾ നമുക്ക് പരമാവധി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോയിൽ നോക്കി ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ്, നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ. ഓക്കെ.